Hello friends, welcome to my YouTube channel Haru and Tanu. ഇന്ന് മോൻ്റെ 5th ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേക്ക് ഞാനൊരു റെയിൻബോ കേക്ക് ഉണ്ടാക്കി. പിന്നെ ബർത്ത്ഡേയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഈ വീഡിയോ. രാവിലെ തന്നെ ഒരു പായസം ഉണ്ടാക്കി, സേമിയ പായസമാണ് ഉണ്ടാക്കിയത്. മോഡേണിൻ്റെ വെർമിസലി പായസം മിക്സ് കിട്ടും. അത് നമുക്ക് 1.5 ലിറ്റർ പാലിൽ കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. നല്ല അടിപൊളി പായസമായിരിക്കും. അപ്പോൾ നമുക്ക് വെർമിസലി പായസം മിക്സ് തിളയ്ക്കാൻ തുടങ്ങുന്ന പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ റെഡിമെയ്ഡ് പായസം മിക്സ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്ക് അവസാനം ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം, നിർബന്ധമില്ല. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യൽ സേമിയ പായസം റെഡിയാണ്. ഇതാണ് മോൻ്റെ ഫേവറേറ്റ് പായസം, അതുകൊണ്ടാണ് ഞങ്ങൾ സേമിയ പായസം തന്നെ ഉണ്ടാക്കിയത്. കുറച്ച് ബർത്ത്ഡേ സ്പെഷ്യൽ ഡെക്കറേറ്റീവ് ഐറ്റംസും ബലൂൺസും ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അത് രാവിലെ തന്നെ ഇതുപോലെ ഹാങ് ചെയ്തു. ബാക്കിയുള്ളത് വൈകുന്നേരത്തേക്കാണ് വാങ്ങിച്ചത്. അങ്ങനെ വലിയ ഗ്രാൻഡായിട്ടുള്ള സദ്യയൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് ആരും ഇൻവൈറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. നേന്ത്രപ്പഴം കൊണ്ട് കാളൻ, സാമ്പാർ, പടവലങ്ങ തോരൻ, പീച്ചിങ്ങ എരിശ്ശേരി, ഫിഷ് ഫ്രൈ, പപ്പടം, മുളക് എന്നിവ ചേർത്ത് ഒരു ചെറിയ സദ്യ. ഞാനൊരു സ്പെഷ്യൽ റെയിൻബോ കേക്കാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ എല്ലാ മെഷർമെൻറ്റ്സും എടുക്കുന്നത് ഇതുപോലത്തെ ഒരു കപ്പിലാണ്. കപ്പോ ഗ്ലാസ്സോ ഏതാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ കപ്പിൽ 1 കപ്പ് പാലിൽ 1 ടീസ്പൂൺ വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം നമ്മുടെ പാല് ഇതുപോലെ പിരിഞ്ഞ് വരും. അതിലേക്ക് നമുക്ക് 1/4 കപ്പ് ബട്ടറോ റിഫൈൻഡ് ഓയിലോ ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതേ കപ്പിൽ 1 കപ്പ് പഞ്ചസാര എടുക്കുക. ആ പഞ്ചസാര നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രാനുൾസ് ആയിട്ടുള്ള പഞ്ചസാരയാണ് 1 കപ്പ് എടുത്തേക്കുന്നത്. പിരിഞ്ഞു വന്നിരിക്കുന്ന പാലും പഞ്ചസാരയും ബട്ടറും കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വേണമെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടും. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് മൈദയിൽ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നിവ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും പാൽപ്പൊടിയൊക്കെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കിട്ടാനായിട്ട് നമുക്കിതുപോലെ അരിപ്പയിലൂടെ 2 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് വെറ്റ് ഇൻഗ്രീഡിയൻസിനൊപ്പം ചേർത്ത് കൊടുക്കാം. അതും ഞാൻ അരിപ്പയിലൂടെ ഇതുപോലെ അരിച്ചാണ് ചേർക്കുന്നത്. ഇത് വളരെ എളുപ്പമുള്ളൊരു കേക്കാണ് കേട്ടോ. ഒട്ടും തന്നെ പ്രയാസമില്ല. നമുക്ക് എളുപ്പം വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഇനി നമുക്ക് എല്ലാം കൂടെ കട്ട കെട്ടാതെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഞാനിവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത് 2-3 ബാച്ചസ് ആയിട്ടാണ്. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ കുറച്ച് കട്ട് ചെയ്യുന്ന തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കട്ടയൊന്നുമില്ലാതെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയാണ്. എന്നിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ചെറിയ ചെറിയ പാത്രങ്ങളിലേക്ക് നമുക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്.
ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പെർമിറ്റഡ് ഫുഡ് കളേഴ്സ് ആണ്. ഇത് ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഓരോ കളേഴ്സിൻ്റെയും 2-3 ഡ്രോപ്സ് മാത്രമേ ചേർക്കുന്നുള്ളൂ. നല്ല ഡാർക്ക് കളർ വേണമെങ്കിൽ അതനുസരിച്ച് നമുക്ക് കളർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ആർട്ടിഫിഷ്യൽ കളേഴ്സ് അല്ലേ, അതുകൊണ്ട് നമ്മൾ മക്കൾക്കൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് കളർ വീതം ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ കേക്കിന് നല്ല ഡാർക്ക് കളർ ഉണ്ടാകില്ല, ഒരു ചെറിയ കളർ മാത്രമേ ഉണ്ടാകുള്ളൂ. കളർ കൂടി ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോ കളേഴ്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബട്ടർ പേപ്പർ നിരത്തിയ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 185 ഡിഗ്രിയിൽ 5 മിനിറ്റ്സാണ് ഞാൻ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേ വച്ചു കൊടുക്കാം. 170 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോവേവ് അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. 25 മിനിറ്റ്സിന് ശേഷം എൻ്റെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഒരു പപ്പടക്കോല് വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് കുത്തി നോക്കാം. ക്ലീൻ ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാണെന്നാണ്. കേക്ക് റെഡി ആയതിനു ശേഷം നമുക്ക് ഇതുപോലെ നമ്മുടെ ബേക്കിംഗ് ട്രേയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ഐസിങ് കൊടുക്കാം. നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന കേക്കിന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ ചെറിയ ഡെക്കറേഷൻസ് കൊടുത്താൽ മതി. ഇത് ഞാൻ പൗഡേർഡ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തേക്കുന്നത്. വിപ്പിംഗ് ക്രീമിൻ്റെ ഒപ്പം തന്നെ ഞാൻ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് വിപ്പ് ചെയ്തെടുത്തേക്കുന്നത്. ഇപ്പം നമ്മുടെ അടുത്ത് ഫ്രഷ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. അപ്പോൾ കേക്ക് നല്ലവണ്ണം തണുത്തതിന് ശേഷമാണ് ഞാൻ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഞാനൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൻ്റെ അകത്ത് വച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ മോൻ്റെ ബർത്ത്ഡേ കേക്ക് ഇവിടെ റെഡിയാണ്. ഞാൻ ഉച്ചയായപ്പോഴേക്കും കേക്ക് റെഡിയാക്കി ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ടിംഗ് പ്ലാൻ ചെയ്തേക്കുന്നത് വൈകുന്നേരത്തേക്കാണ്. അപ്പോൾ നമുക്ക് ഈ കേക്ക് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിക്കാം. ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് വീടൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. ബർത്ത്ഡേ ക്യാപ്സും കുറച്ചുകൂടി ബലൂൺസും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ. അപ്പൂപ്പനും അമ്മൂമ്മയും ഹസ്ബൻഡും ഒക്കെ കൂടിയാണ് ബലൂൺസൊക്കെ വീർപ്പിച്ചത്. മക്കളുടെ ബർത്ത്ഡേക്ക് ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ ഞാൻ വാങ്ങിയത് ഫസ്റ്റ് ക്രൈയിൽ നിന്നാണ്. ഇത് ഞങ്ങളുടെ അച്ഛമ്മയാണ്, എൻ്റെ അച്ഛൻ്റെ അമ്മ. അപ്പോൾ നമ്മൾ കേക്ക് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. കേക്ക് നല്ലവണ്ണം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത എഗ്ലെസ് റെയിൻബോ കേക്ക്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് താനു. ബൈ.